Hello everyone, here is the appreciation of the poem Song of a Dream by Sarojini Naidu. We will be giving the theme and the poetic devices used in the poem. നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. സരോജിനി നായിഡുവിൻ്റെ പ്രൊഫൈൽ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. So here is the appreciation of the poem. Sarojini Naidu, who is known as the Nightingale of India, was an Indian political activist and a poet. She was the first Indian woman to be the first president of Indian National Congress. Her poems include both children's poems and others written in serious themes, including patriotism, romance, and tragedy. The Bird of Time, The Broken Wing, The Snake Charmer are some of her works. In the poem Song of a Dream, the poet is all alone in a dreamland where she feels everything magical. Her visions are compared to the exploding poppies in her dreamland. Poet could see the spirits of truth singing like a bird. Angels of truth is compared to the birds that sing. But poppies, ഈ പോപ്പി ഫ്ലവേഴ്സ് എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെയാണ് സരോജിനി നായിഡുവിൻ്റെ വിഷൻസ് എന്നാണ് പറയുന്നത്. വിഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെയാണ് ഏഞ്ചൽസ് ഓഫ് ട്രൂത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ദ ബേർഡ്സ് ദാറ്റ് സിങ്, പാടുന്ന കിളികളുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഷീ യൂസസ് മെറ്റഫർ ഹിയർ ആൻഡ് ദ സ്പിരിറ്റ്സ് ഓഫ് ലവ് ഈസ് കമ്പയർഡ് ടു സ്റ്റാർസ് ദാറ്റ് ഷൈൻ. തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് സ്നേഹത്തിനെ അല്ലെങ്കിൽ ലവിനെ, സ്പിരിറ്റ്സ് ഓഫ് ലവിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. Those stars can be people of India who struggle and hope for India's freedom. ആ സ്റ്റാർസിനെ എന്തായിട്ട് നമുക്ക് കാണാം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ജനതയെ നമുക്ക് അവിടെ കാണാം. സ്പിരിറ്റ്സ് ഓഫ് പീസ് ഈസ് കമ്പയർഡ് ടു ദ ഫ്ലോയിങ് റിവർ. It is clear in the line that India is devoid of peace when she writes the poem. ഈ കവിയത്രി എഴുതുന്ന സമയത്ത് ഇന്ത്യയിൽ പീസ് ഉണ്ടായിരുന്നില്ല, സമാധാനം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അത് ഈ വരികളിൽ ക്ലിയർ ആണ്. ആൻഡ് ഷീ ഈസ് ഡ്രീമിംഗ് ഓഫ് ആൻ ഇന്ത്യ വിത്ത് പീസ്, ലവ് ആൻഡ് ടുഗെദർനെസ്. ദാറ്റ് ഈസ് ദ പോയറ്റ് ലോങ്സ് ഫോർ എ ലാൻഡ് ഓഫ് പീസ് വിച്ച് ആസ് ക്ലിയർ ആസ് സ്ട്രീംസ്. അരുവികൾ ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഒരു നാടിനെയാണ് സരോജിനി നായിഡു സ്വപ്നം കാണുന്നത്. In the second stanza, the poet is feeling and touching the spirits of truth and love. She longs for a country where all people live in peace, love and truth. In the second stanza, she can touch all these things. And the spirits of love, like the stars, gather and gleam round her tender youth. The spirits of truth, like the living birds, sing around her. She bent low to quench her thirst from the streams that are the spirits of peace. അപ്പം സ്ട്രീംസിനെ എന്തായിട്ടാണ് പീസിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തത്? ഫ്ലോയിങ് സ്ട്രീംസ് ആയിട്ടല്ലേ. അപ്പോൾ ഷീസ് ബെൻഡിങ് ലോ ടു ക്വഞ്ച്, അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദാഹം ശമിപ്പിക്കാൻ വേണ്ടി she is bending low. The poet uses rhyming words in the poem, which makes the poem more beautiful. ഇതിൽ റൈമിംഗ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ പോയത്തിനെ ഒന്നുകൂടി മനോഹരമാക്കുകയാണ് ചെയ്യുന്നത്. In the first stanza, stood, would, sprang, sang, glowed, flowed, and sleep. Sleep is the last word in the first stanza. In the second stanza, grow, love, youth, truth, flow, low, flow and sleep. അപ്പം ഇത് പോയം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അത് നോക്കിയിട്ട് മനസ്സിലാക്കുക അതിൻ്റെ റൈമിംഗ് സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ, റൈമിംഗ് സ്കീം ഈസ് AABBCCD. റൈറ്റ്. ഫസ്റ്റ് സ്റ്റാൻസയിലെ ആദ്യത്തെ രണ്ട് വരികളുടെ അവസാനത്തെ രണ്ട് വാക്കുകൾ ഒരുപോലെയല്ലേ? അതുപോലെ തന്നെ പിന്നെ വരുന്ന രണ്ട് വരികളിലെ അവസാനത്തെ വാക്കുകൾ ഒരുപോലെയാണ് റൈം ചെയ്യുന്നത്. അതിനാണ് റൈം സ്കീം എന്ന് പറയുന്നത്, റിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈം സ്കീം എന്താണ്? AABBCCD. ഓക്കെ. The poet used sensory images in the poem. Sarojini Naidu is well known for her use of imagery.
visual imagery. The first thing that we are discussing is visual imagery. Visual imagery എന്ന് പറഞ്ഞാൽ എന്താണ്? It appeals to the sense of sight. നമുക്ക് കാഴ്ചകൾ കാണുന്ന പോലെ തോന്നും, നമ്മുടെ സൈറ്റിനെ അപ്പീൽ ചെയ്യുന്നതാണത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് വിഷ്വൽ ഇമേജറി. അപ്പോൾ വിഷ്വൽ ഇമേജറി ഇൻ ദ പോയം ആർ ബേർഡ്സ്. ഓക്കെ, നമ്മൾ ബേർഡ്സ് സിങ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്ക് ബേർഡിനെ കാണുന്ന ഒരു ഫീലാണുള്ളത്. അതുപോലെ തന്നെ റിവർ, സ്റ്റാർസ്, പോപ്പി, മാജിക്കൽ ഗ്രോ. ഗ്രോ എന്ന് പറഞ്ഞാൽ തോപ്പ്. ഓക്കെ, വീണ്ടും സെക്കൻഡ് സ്റ്റാൻസയിലും stars and woods. Okay, there are auditory images. What are auditory images? Auditory images എന്ന് പറഞ്ഞാൽ which appeals to the sense of sound or hearing. നമുക്ക് കേൾക്കുന്ന പോലെ തോന്നും. ഇതിൽ singing of birds, right? Singing birds is an auditory image. Flowing stream is an auditory image, right? അരുവി ഇങ്ങനെ ഒഴുകുന്ന ശബ്ദം കേൾക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും when we read the poem. Sound of streams that flow in the second stanza. So these are the auditory images in the poem. What is olfactory image? Olfactory image എന്ന് പറഞ്ഞാൽ this is the image that appeals to the sense of smell. നമുക്ക് സ്മെൽ ചെയ്യുന്ന പോലെ തോന്നും when we read. So here the olfactory image is smell of poppy, right? പോപ്പി ബ്ലൂം ചെയ്യുമ്പം ഉണ്ടാവുന്ന ഇമേജറിയാണ് olfactory imagery. So the next thing is alliteration. Alliteration also adds to the beauty of the poem. Repetition of same consonant sound in the same line is called alliteration. ഒരേ വരിയിൽ ഒരുപോലെ വരുന്ന വേർഡ്സ് ആയിട്ട് കോൺസണന്റ് വേർഡ്സ് ആയിട്ട് തുടങ്ങുന്ന വേർഡ്സിനെയാണ് ലൈൻസിനെയാണ് നമ്മൾ alliteration എന്ന് പറയുക. Here are the alliterating lines. Love in the light, stars of the spirits of love. There, l, right? Love, light, stars of the spirits of love. Gather and gleam. G sound is repeated there. Stream of spirits of truth. S sound is repeated there. Stream of spirits. Stream of spirits of peace. There also S sound is repeated. So that is the alliteration in the poem. In the poem, Sarojini Naidu describes a beautiful dream she had. She dreams of a world devoid of evil, a dream in which truth, love and peace are embodied in tangible form of nature. They are no more just abstract things, but are made into things which has proper shape and size. അപ്പം കവി പറയുന്ന കാര്യങ്ങൾ ലവ്, പീസ്, ട്രൂത്ത്, ഇതെല്ലാം എന്താണ് നമുക്ക് ടച്ച് ചെയ്യാനോ സ്മെൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത സംഗതികളാണ്. പക്ഷെ കവി അതിനെ മാറ്റിയെടുത്തു എന്തായിട്ട്? ബേർഡ്സ് ആയിട്ടും സ്ട്രീംസ് ആയിട്ടും അതുപോലെ തന്നെ മറ്റേതെന്തായിരുന്നു, അതുപോലെ തന്നെ സ്റ്റാർസ് ആയിട്ടും മാറ്റിയല്ലേ കവി, വിച്ച് ക്യാൻ ബി ടച്ച്ഡ്, റൈറ്റ്? സോ they are no more just abstract things or abstract ideas, but are made into things which has proper shape and size. In her dreams, truth is transformed into singing birds, love into glowing stars, and peace into flowing streams. So we see that Naidu lends tangibility to abstract ideas through her brilliant imagination. We readers enjoy the walk through the magical wood as imagined by the poem. നമ്മൾ ഈ കവിത വായിക്കുന്ന സമയത്ത് ഈ മാജിക്കൽ വുഡിലൂടെ നമ്മൾ നടക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോകും അല്ലേ? So when we read the poem, we readers also feel like walking through the wood, right? Through the magical wood. The poem is not to be read as a mere dream poem, but it is an expression of the poet's vision for her motherland. അപ്പോൾ ഈ കവിത വായിക്കുമ്പം ഇത് വെറുതെ ഒരു സ്വപ്നം കാണുന്ന ഒരു കവിതയായിട്ടല്ല വായിക്കേണ്ടത്. ഇതിൻ്റെ അപ്പുറത്ത് ഇതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അതെന്താണ്? ഇറ്റ് ഈസ് ഹർ വിഷൻ ഓഫ് ഹെർ ഓൺ മദർലാൻഡ്. In 1905, when the poem first appeared in the collection of songs and poems published as The Golden Threshold, India was a British colony.
ഈ കവിത പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കവിത സരോജിനി നായിഡുവിൻ്റെ സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഡ്രീമാണെന്ന് പറയാൻ കാരണം. The place described in the poem can be described as Naidu's vision of India. She wants to live in an India that is ruled by the ideal of love, peace and truth, and which is free from hatred, disrespect, dishonesty, oppression and violence. അങ്ങനെ സ്നേഹവും സമാധാനവും സത്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കാൻ വേണ്ടിയുള്ള സരോജിനി നായിഡുവിൻ്റെ ആഗ്രഹവും വിഷനുമാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്താണ്, ഹേറ്റ്രഡും പരസ്പരം വിദ്വേഷവും ബഹുമാനമില്ലായ്മയും അതുപോലെ തന്നെ വിശ്വാസവഞ്ചനയൊന്നും ഇല്ലാത്ത, ഒപ്രഷനും വയലൻസും ഒന്നും ഇല്ലാത്ത ഒരു നല്ല നാട്ടിൽ ജീവിക്കാനുള്ള അവരുടെ വിഷൻ കൂടിയാണ് ഈ കവിത. ഷീ ബിലീവ്ഡ് ഇൻ ദ ഐഡിയൽസ് ഓഫ് മഹാത്മാ ഗാന്ധി. The poet's serene sleep world is otherworldly. ഈ സമാധാനമായിട്ടുള്ള ഈ കവിയുടെ ഉറക്കം, സരോജിനി നായിഡുവിൻ്റെ ഈ സ്വപ്നത്തിലുള്ള ഈ ലോകം എന്താണ്, ഈ ലോകത്തുള്ളതല്ല. ഇറ്റ് ഈസ് അതർ വേൾഡ്ലി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി a physically restorative sleep but a spiritually restorative sleep as well. നമുക്ക് ഒരു സുഖം തോന്നുന്ന മാത്രം, ശരീരത്തിന് മാത്രം സുഖം തോന്നുന്ന ഒരു ഉറക്കമല്ല ഇത്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ സ്ലീപ്പ് ദാറ്റ് ഗീവ്സ് റെസ്റ്റോറേഷൻ ടു വൺസ് ഓൺ സ്പിരിറ്റ്. ആത്മാവിന് കൂടി ഒരു സുഖം തരുന്ന തരത്തിലുള്ള സ്വപ്നവും ഉറക്കവും ആ ഉറക്കത്തിലുള്ള സ്വപ്നങ്ങളും കൂടിയാണ് ഈ കവിത. സോ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ അപ്രീസിയേഷൻ നിങ്ങൾക്ക് ഉപകാരമാവും എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് യൂസ് യുവർ ഓൺ ലാംഗ്വേജ് ടു റൈറ്റ് ഓൾസോ. ആൻഡ് ഇഫ് യു ആർ വാച്ചിങ് ദിസ് ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ നിൽക്കുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. ഇതുപോലത്തെ ഉപകാരമുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. Thank you very much for selecting our channel.